നൈസ്. കിടിലൻ വണ്ടി അല്ലേ? ഇവിടെ 5 ലക്ഷത്തിനൊക്കെ ഓടി അവൈലബിൾ ആണ് കേട്ടോ. ഡൗൺ പേയ്മെന്റ് അത് ശരി, 5 ലക്ഷം രൂപക്ക് ഓടി കിട്ടുമെന്ന്. 2011 സിംഗിൾ ഓണർ 520D വെറും 7,30,000 രൂപ. അതായത് സിംഗിൾ ഓണർ BMW 7 ലക്ഷം രൂപക്ക് ഇതൊരു അന്യായ ഡീലാണല്ലോ. അപ്പൊ ഇങ്ങനെ നാട്ടുകാർ വണ്ടി എടുക്കുന്നതും ഇതുപോലെ സൂപ്പർ ഡീൽസും കാണുമ്പോൾ നിങ്ങൾക്കും ഒരു വണ്ടി എടുക്കണം എന്ന് തോന്നില്ലേ? എങ്കിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം. അതായത് ഇപ്പൊ ആ ഡീലിൽ കണ്ട വണ്ടിയുടെ റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതൊന്നും ഇവിടെ ആഡ് ചെയ്യാം. എന്താണ്? 7,30,000 രൂപ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കാറ് വാങ്ങണമെങ്കിൽ മിനിമം എത്ര രൂപ സാലറി വേണമെന്ന് സയന്റിഫിക് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് കാണിക്കുന്നത്? 1,37,000 രൂപ. അപ്പൊ ഇനി സാലറി ഇത്രയും ഇല്ലെങ്കിലോ, ഒരു 50,000 രൂപയൊക്കെ സാലറി ഉള്ളുവെങ്കിലോ എത്ര രൂപയുടെ വണ്ടി വാങ്ങാൻ പറ്റും എന്നും നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് നോക്കാലോ. 50,000 രൂപ സാലറി അങ്ങനെയാണ് എങ്കിൽ 2.5 ലക്ഷം രൂപ. അപ്പൊ ഓടിയല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് വാഗനാർ കിട്ടിയാലായി. ശരിക്കും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് കാർ മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാള് സ്വപ്നം കാണുന്നത് പ്രീമിയം കാറ്. പിന്നെ ആ സ്വപ്നം റിയാലിറ്റി ആക്കാൻ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും വണ്ടി അങ്ങ് വാങ്ങും. പക്ഷെ പെടാൻ പോകുന്നത് പിന്നെയാണ്. വണ്ടി വാങ്ങിയാൽ മാത്രം പോരല്ലോ, പെട്രോൾ, ഇൻഷുറൻസ്, സർവീസ്, മെയിൻ്റനൻസ് ഇതൊക്കെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? അങ്ങനെ ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാകുന്നു. അതുകൊണ്ട് വെറും 10 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ ഒരു സിമ്പിൾ റൂളും ഒരു എക്സൽ ഷീറ്റും ഞാൻ അങ്ങോട്ട് തരാം. അത് മനസ്സിലാക്കി യൂസ് ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വണ്ടി വാങ്ങില്ല. അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. മലയാളികൾ ഇപ്പോൾ ഡൽഹി വരെ ഫ്ലൈറ്റ് പിടിച്ചു പോവുകയാണ് 10 വർഷം പഴക്കമുള്ള ലക്ഷറി കാർസ് വാങ്ങാൻ. നാട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു BMW ഉണ്ട് എന്ന് ഷോ കാണിക്കാൻ മാത്രം. നമ്മൾ കാർ വാങ്ങുന്ന രീതി തന്നെ ഇപ്പൊ മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും SUV-കളാണ്. സൺറൂഫ് ഇല്ലാത്ത വണ്ടികൾ പറ്റില്ല എന്നായി. ഇൻസ്റ്റഗ്രാം തുറന്നാലും ഇപ്പൊ കണ്ടതുപോലെ ഓരോ രണ്ടാമത്തെ റീലും ആരെങ്കിലും പുതിയ കാർ എടുത്തതോ ഡീല് കാണിക്കുന്നതോ ആയിരിക്കും. ഇവിടെ ഒരു വലിയ ഡേഞ്ചർ ഉണ്ട്. ഇതൊന്നും വാങ്ങാനുള്ള ആക്ച്വൽ വരുമാനം സത്യത്തിൽ പലർക്കും ഇല്ല. 75% ആൾക്കാരും ലോൺ എടുത്താണ് കാർ വാങ്ങുന്നത്. ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് ഡെറ്റ്, അതായത് കടം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹൈയിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ കൂടെ വെഹിക്കിൾ ലോൺ ഡിഫോൾട്ട്സും കാര്യമായി കൂടി വരികയാണ്. അതായത് ഷോ ഓഫ് കാണിക്കാൻ കയ്യിൽ ഒതുങ്ങാത്ത വണ്ടി വാങ്ങിച്ച് പിന്നെ അത് കൊണ്ടു നടക്കാൻ പറ്റാതെ ആൾക്കാർ പെടുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന റൂള് നിങ്ങൾ സീരിയസ് ആയി എടുക്കേണ്ടത്. റൂളിന്റെ പേരാണ് 24-20 റൂൾ. യെസ്, വെറും 3 നമ്പേഴ്സ് മാത്രമുള്ള ഒരു സിമ്പിൾ റൂൾ ആണ്. ഞാൻ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ 20 നിന്ന് തുടങ്ങാം. ഇത് ഡൗൺ പേയ്മെന്റ് ആണ്. അതായത് വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന തുക, ബാക്കി തുകക്കാണ് നമ്മൾ ലോൺ എടുക്കുക. അപ്പോൾ ഈ റൂള് പറയുന്നത് കാറ് വാങ്ങുമ്പോൾ മിനിമം 20% ഡൗൺ പേയ്മെന്റ് ആയി കൊടുക്കണമെന്നാണ്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കൂടുതൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് കുറച്ച് ലോൺ എടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ട പലിശയും കുറയും. 2, വണ്ടി വാങ്ങുന്നതിന് മുൻപ് അതിന്റെ ഒരു 20% പോലും പൈസ ഡൗൺ പേയ്മെന്റ് ആയി കൊടുക്കാനില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബാഡ് സൈൻ തന്നെയാണ്. ആ വണ്ടി വാങ്ങാൻ ഫൈനാൻഷ്യലി റെഡി ആയിട്ടില്ല എന്നതാണ് അർത്ഥം. ഇനി റൂളിലെ 2ാമത്തെ നമ്പർ നോക്കാം, 4. ഇത് കാണിക്കുന്നത് മാക്സിമം ലോൺ ടെന്യൂറിനെയാണ്. അതായത് ലോണിന്റെ കാലാവധിയെ 4 വർഷം പാടുള്ളൂ എന്ന്. പലരും ചെയ്യുന്നത് പോലെ 5-6 വർഷമോ അതോ ഡീലർമാർ പുഷ് ചെയ്യുന്ന 84 മാസത്തെ പ്ലാനോ ഒന്നും പാടില്ല. ഒരു കാറ് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ നിമിഷം മുതൽ അതിന്റെ വാല്യൂ കുറയുകയാണ്. 7 വർഷത്തെ ലോണൊക്കെ എടുത്താൽ 5ാമത്തെ വർഷം മുതൽ നമ്മൾ അടക്കുന്ന തുക സത്യത്തിൽ വണ്ടിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. സോ 4 വർഷത്തേക്ക് ലോൺ എടുക്കുന്നതാണ് ബെറ്റർ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റൂളിലെ ലാസ്റ്റ് നമ്പർ നോക്കാം. അതും 20 തന്നെയാണ്. ഇത് പറയുന്നത് കാറിന്റെ 1 മാസത്തെ ടോട്ടൽ ഓണർഷിപ്പ് എക്സ്പെൻസസ്, അതായത് EMI മാത്രമല്ല, വണ്ടിയുടെ മെയിൻ്റനൻസ്, സർവീസ്, ഇൻഷുറൻസ്, ഫ്യൂവൽ കോസ്റ്റ്, അങ്ങനെ എല്ലാം കൂടിയുള്ള ടോട്ടൽ ഓണർഷിപ്പ് എക്സ്പെൻസസ് സാലറിയുടെ 20% താഴെ ആയിരിക്കണം എന്നാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ മന്ത്ലി സാലറി എന്നൊന്ന് വിചാരിക്കുക. 15,000 രൂപ EMI ഉള്ളൊരു വണ്ടി നിങ്ങൾ കാണുന്നു. അപ്പൊ തോന്നും, എന്റെ സാലറിയുടെ 15% അല്ലേ ഉള്ളൂ, അത് ഓക്കെ ആണല്ലോ എന്ന്. അങ്ങനെ പോയി ആ വണ്ടി അങ്ങ് വാങ്ങും. വണ്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ചിലവുകൾ ശ്രദ്ധിക്കുക. പെട്രോൾ മാസം ഒരു 4,000 വരും, ഇൻഷുറൻസ് വർഷം 18,000, അതായത് മാസം 1,500, സർവീസ് ഒരു 3,000, ടയർ 1,000, പാർക്കിംഗ് 500. അങ്ങനെ ഇതൊക്കെ കൂട്ടിയാല് മാസം കാർ ഓണർഷിപ്പിന് വരുന്ന ടോട്ടൽ എക്സ്പെൻസ് 25,000 രൂപയായി. അതായത് സാലറിയുടെ 25% ആദ്യം കണ്ടതുപോലെ 15% അല്ല. അപ്പൊ റൂളിലെ ഈ 3ാമത്തെ നമ്പർ പറയുന്നത് കാറിന്റെ ടോട്ടൽ ചിലവുകൾ സാലറിയുടെ 20% കുറച്ച് വെക്കണമെന്നാണ്. ലോജിക്ക് സിമ്പിൾ അല്ലേ? സാലറി ജീവിതത്തിലെ മറ്റ് ആവശ്യങ്ങൾക്കും സേവിങ്ങിനും ഇൻവെസ്റ്റിങ്ങിനും ഒക്കെ
ആവശ്യമുള്ളതല്ലേ? വലിയൊരു ശതമാനവും ഒരു വണ്ടിക്കായി മാത്രം ചെലവാക്കുന്നത് ഇന്റലിജന്റ് അല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇത് ഫോളോ ചെയ്ത് നിങ്ങളൊരു കാർ വാങ്ങിയാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകില്ല. അത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്. ഈ വീഡിയോയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം 2420. ഇത് മാജിക്കൽ നമ്പേഴ്സ് ഒന്നുമല്ല. മോസ്റ്റ്ലി എല്ലാവർക്കും വർക്ക് ആകാവുന്ന ലോജിക്കലായ എക്സാമ്പിൾ നമ്പേഴ്സ് മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ 25415 എന്നോ അല്ലെങ്കിൽ 3310 എന്നോ ഒക്കെ വിളിക്കാമായിരുന്നു. അതായത് മാജിക് ഇരിക്കുന്നത് ഈ നമ്പറുകളിലല്ല, എന്നാൽ അതിന്റെ പിന്നിലുള്ള ലോജിക്കിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 20 ഡൗൺ പേയ്മെന്റ് എത്ര കൂടുതൽ കൊടുക്കുന്നുവോ അത്രത്തോളം കടം കുറയും. അപ്പോൾ ഈ നമ്പർ ഹയർ ദ ബെറ്റർ ആണ്. 4 പെട്ടെന്ന് വാല്യൂ കുറയുന്ന സാധനത്തിന് വർഷങ്ങളോളം പലിശ അടക്കരുത്. അപ്പോൾ ലോൺ ടെന്യൂർ ലോവർ ദ ബെറ്റർ. അവസാനത്തെ 20 നമ്മുടെ വരുമാനം മുഴുവൻ കാറിന്റെ ചിലവുകൾക്ക് പോകരുത്. അപ്പോൾ ഇതും ലോവർ ദ ബെറ്റർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാലറിയും ലൈഫിന്റെ സിറ്റുവേഷനും ഒക്കെ നോക്കി ലോജിക്ക് അപ്ലൈ ചെയ്ത് ഈ റൂളിന്റെ നിങ്ങളുടെ ഒരു വെർഷൻ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ട്, വേറെ ലോൺ ഒന്നും തന്നെ ഇല്ല, നല്ല സേവിങ്സും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വെർഷൻ ചിലപ്പോ 2330 ആകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹോം ലോൺ ഉണ്ട്, ഫാമിലി എക്സ്പെൻസസ് കൂടുതലാണ്, സേവിങ്സ് കുറവാണെങ്കിൽ നിങ്ങളുടെ വെർഷൻ 3410 ആകണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇത് മനസ്സിലാക്കി ചെയ്യുന്നതാണ് വലിയ വിജയം. ഇനി പണിയെടുക്കാൻ വയ്യ എങ്കിൽ 2420 കുറച്ചുകൂടി സേഫ് ആയി 2410 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ റൂള് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യം ഇതായിരിക്കും: എന്റെ ആക്ച്വൽ സാലറി വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എത്ര രൂപയുടെ കാറാണ് വാങ്ങാൻ പറ്റുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ നമ്പേഴ്സ് അതിൽ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര രൂപയുടെ കാർ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഷീറ്റ് കൃത്യമായി കാണിച്ചു തരും. ഒരു റിയൽ എക്സാമ്പിൾ വെച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മന്ത്ലി സാലറി 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. സി, ഇതിലെ യെല്ലോ സെല്ലുകളാണ് നമ്മൾ ഇൻഫർമേഷൻ അങ്ങോട്ട് എൻ്റർ ചെയ്യേണ്ട സെല്ലുകൾ. ബാക്കി എല്ലാം ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നോളും. അപ്പോൾ ദാ മന്ത്ലി സാലറി എൻ്റർ ചെയ്യുമ്പോൾ ഷീറ്റ് അപ്പോൾ തന്നെ പറയുന്നു മാക്സിമം മന്ത്ലി കാർ ബഡ്ജറ്റ് 20,000 രൂപയാണെന്ന്. നമ്മൾ പറഞ്ഞ ആ 20% റൂൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയി അപ്ലൈ ആയി. നിങ്ങൾ ഒരു കപ്പിളായി ഫാമിലിക്ക് വേണ്ടിയാണ് കാർ എടുക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങളുടെ കമ്പൈൻഡ് ഹൗസ് ഹോൾഡ് ഇൻകം ആണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് റണ്ണിംഗ് കോസ്റ്റ് ഫില്ല് ചെയ്യണം. ഒരു മിഡ് റേഞ്ച് ഹാച്ച് ബാക്ക് ആണ്, മൈലേജ് ഒരു 20 കിലോമീറ്റർ ഒക്കെ കാണും, പെട്രോൾ വണ്ടിയാണ്. സോ ഫ്യൂവൽ പ്രൈസ് നമുക്ക് 102 രൂപ എടുക്കാം. മാസം 500 കിലോമീറ്റർ ഓടും. ഇൻഷുറൻസ് വർഷം 15,000 വരും. സർവീസ് കോസ്റ്റും വർഷം ഒരു 6,000 വരും. ടയർ, ബാറ്ററി, മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് വർഷം ഒരു 12,000 ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. അതായത് റണ്ണിംഗ് കോസ്റ്റ് മാത്രം മാസം ഏകദേശം 5,300 രൂപ വരുന്നുണ്ട്. അപ്പോൾ 20,000 രൂപയിൽ നിന്ന് EMI കൊടുക്കാൻ ബാക്കി നിൽക്കുന്നത് വെറും 14,700 രൂപ മാത്രം. ഇനി ഇതിലേക്ക് നമ്മുടെ 4 വർഷത്തെ ലോണും 20% ഡൗൺ പേയ്മെന്റ് റൂളും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്രഷറും ഇല്ലാതെ വാങ്ങാൻ പറ്റുന്ന മാക്സിമം ഓൺ റോഡ് പ്രൈസ് ഇതാ ഷീറ്റ് കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം 7.5 ലക്ഷം രൂപ. അതായത് ഒരു വാഗണാറോ, ടിയാഗോയോ, സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ബേസ് വേരിയന്റ് ബലീനോ വാങ്ങാം. അല്ലാതെ ഒരു ക്രെറ്റയോ ബ്രസയോ ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ ഈസിയായി നിങ്ങൾക്ക് പറ്റുന്ന കാറ് കണ്ടുപിടിക്കാം ഈ ഷീറ്റ് ഉപയോഗിച്ച്. പക്ഷേ ഇവിടെ പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം: ഞാൻ വണ്ടി തീരുമാനിക്കാത്ത സ്ഥിതിക്ക് ഈ മൈലേജും ഇൻഷുറൻസും സർവീസ് കോസ്റ്റും ഒക്കെ എങ്ങനെ ആദ്യമേ അറിഞ്ഞ് എൻ്റർ ചെയ്യുമെന്ന്. സി, ആ നമ്പറുകളൊക്കെ പെർഫെക്റ്റ്ലി ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്ഷനലി ഒന്ന് ശരിയായ മാത്രം മതി. നിങ്ങളുടെ സാലറിക്ക് പറ്റിയ ഒരു റിയലിസ്റ്റിക് ആയ കാറിന്റെ അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് ഇവിടെ കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലാത്ത ഒരു അപ്രോക്സിമേറ്റ് കാർ പ്രൈസ് കിട്ടാനാണല്ലോ. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത വെരി റോങ് ഇൻപുട്സ് കൊടുക്കാതിരുന്നാൽ മതി. അത് ഈസിയാണ്, സിമ്പിൾ. ഒരു ഓൺലൈൻ റിസർച്ച് ഒക്കെ ചെയ്താൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, 50,000 രൂപ സാലറി ഉള്ള ഒരാൾ ഒരിക്കലും ഒരു മെർസിഡീസിന്റെ ഇൻഷുറൻസും സർവീസ് കോസ്റ്റും ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ഇടരുത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഫാന്റസി നമ്പേഴ്സ് ഒഴിവാക്കി ഓണസ്റ്റ് ആയ റിയലിസ്റ്റിക് വാല്യൂസ് കൊടുക്കുക. ഷീറ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടി: ഈ മുകളിൽ കാണുന്ന 2420 നമ്പേഴ്സും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വന്തം വെർഷന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. കാൽക്കുലേറ്റർ അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും. ഓൾസോ ഇതിലെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ കാർ ലോണിനാണ് 8% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ്. യൂസ്ഡ് കാർ ആകുമ്പോൾ അത് 12 അല്ലെങ്കിൽ 15% വരെ പോകും. സോ ഇതും കറക്റ്റ് ആയി തന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാലറിയും മറ്റ് ഇൻപുട്സും വെച്ച് ഈ ഷീറ്റ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആക്ച്വലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി നിങ്ങൾ കണ്ടുപിടിക്കുക. പണിയെടുക്കാൻ മടിയുള്ളവർ ദാ ഇത് കണ്ടോ,
ഈ സ്ക്രീനിൽ കാണുന്നത് 20,000 മുതൽ 5 ലക്ഷം വരെ സാലറി ഉള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാർ എമൗണ്ട് ആണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ടുകൾ കൊടുത്ത് കിട്ടിയ എമൗണ്ട്സ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടിയും അതിന്റെ നമ്പേഴ്സും ഒക്കെ വെച്ച് കൃത്യം എമൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഷീറ്റ് ഉപയോഗിക്കണം. എനിക്കറിയാം ഇത് കാണുമ്പോൾ പലർക്കും ഇഷ്ടമാകില്ല. നിങ്ങളുടെ മനസ്സിലുള്ള വണ്ടിയേക്കാൾ വളരെ ചെറിയൊരു നമ്പർ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അത് ഈ മാത്തിന്റെ പ്രശ്നമല്ല. മാത്ത് അതിന്റെ പണി കൃത്യമായി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സത്യത്തിൽ താങ്ങാൻ പറ്റുന്ന വണ്ടി മാത്രമേ ഇത് വാങ്ങാൻ അനുവദിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഫൈനാൻഷ്യൽ സ്ട്രെസ്സിലായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ കൂടിയ ഡ്രീം കാർ വാങ്ങാതെ ഒരു യൂസ്ഡ് കാറോ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് കുറഞ്ഞ കാറോ ഒക്കെ വാങ്ങുക. എന്നിട്ട് ജീവിതം ബെറ്റർ ആകുമ്പോ, ഇൻകം കൂടുമ്പോ, നിങ്ങളുടെ റിയൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത് അഫോർഡ് ചെയ്യാൻ അനുവദിക്കുമ്പോൾ മാത്രം അതിന് പറ്റിയ കാർ വാങ്ങുക. ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ അടിച്ചു താഴ്ത്തുകയല്ല. വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം, പക്ഷേ ഫൈനാൻഷ്യലി ഇന്റലിജന്റ് കൂടിയാകണം. അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകില്ല. അവിടെയാണ് ഈ ഷീറ്റിലെ തന്നെ നെക്സ്റ്റ് ടാബ് യൂസ്ഫുൾ ആകുന്നത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കാറിന്റെ വിലയും ഇപ്പോ ചെയ്തതുപോലെ തന്നെ അതിന്റെ എക്സ്പെക്ടഡ് ഓണർഷിപ്പ് എക്സ്പെൻസസും എൻ്റർ ചെയ്യുക. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെന്നും മോർ ഇമ്പോർട്ടന്റ്ലി നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ടായിരിക്കണമെന്നും ഷീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഒരു ടാറ്റ ഹാരിയർ ആണ് നിങ്ങളുടെ ഡ്രീം കാർ എങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഡൗൺ പേയ്മെന്റ് എന്തായാലും 20%, 4 ലക്ഷം രൂപ വേണം. പിന്നെ താഴേക്ക് മൈലേജും കിലോമീറ്റർ യൂസേജും ഇൻഷുറൻസും സർവീസും മെയിൻ്റനൻസും എല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മന്ത്ലി സാലറി കാണിച്ചു തരും 2,60,500 രൂപ. അപ്പൊ ഈ ഷീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം കാറിന് വേണ്ട ഡ്രീം സാലറി നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. സോ ആ ഒരു നോട്ടിൽ നമുക്ക് ഈ വീഡിയോ നിർത്താം. നിങ്ങൾ ആരും ഇനി സ്റ്റേറ്റസിന്റെ പിന്നിൽ ഓടി ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതെ വണ്ടി വാങ്ങില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾസോ സ്വപ്നം കണ്ട കാർ വാങ്ങാനുള്ള ഇൻകവും സേവിങ്സും ഫൈനാൻഷ്യൽ സിറ്റുവേഷനും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അതിശക്തം.